വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ കൊടും ക്രിമിനൽ അഫാൻ ഇപ്പോൾ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. അഫാൻ കോമയിൽ എന്നാണ് പറയുന്നത്. ഹൃദയത്തിലും തലച്ചോറിലും ക്ഷതമേറ്റിട്ടുണ്ട്. അത് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ക്ഷതമാണോ എന്നത് ഇപ്പോഴും അറിയില്ല. അഫാന്റെ അഡ്വക്കേറ്റ് പറയുന്നത് അഫാനെ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം തന്നെ കാണുമ്പോഴൊക്കെ ജാമ്യം എപ്പോൾ ലഭിക്കും എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് പോലീസുകാർ പറയുന്നത്, ജയിൽ അധികൃതർ പറയുന്നത്. അപ്പൊ ആരൊക്കെയോ ചേർന്ന് അഫാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായി ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ അഫാനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മീഡിയ മലയാളം ചെയ്തിരുന്നു. ആ വാർത്തയ്ക്ക് താഴെ ഒരു കമന്റ് വന്നു. സത്യത്തിൽ അങ്ങനെ കമന്റുകൾ വലുതായിട്ട് വായിക്കാറില്ല ഞാൻ. ചില കമന്റുകൾ വായിക്കും, ചിലതിന് മറുപടിയും കൊടുക്കാറുണ്ട്. പക്ഷെ ഈ കമന്റ് എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. അത്ഭുതപ്പെടുത്തിയത് എന്താണ് എന്ന് ചോദിച്ചാൽ ആ കമന്റ് ഞാൻ ആദ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ കമന്റ് ഇട്ടിരിക്കുന്ന ID യഥാർത്ഥമാണോ എന്ന് എനിക്കറിയില്ല. നൂറ ഷെമി 8648 അതിൽ നിന്നാണ് കമന്റ് വന്നേക്കുന്നത്. കമന്റ് ഇങ്ങനെയാണ്: അഫാനെ കൊടും ക്രിമിനൽ എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിളിച്ചത്. അതിൻ്റെ മറുപടി ആയിട്ടാണ് എനിക്ക് കമന്റിലൂടെ ഉത്തരം തന്നിരിക്കുന്നത്. എങ്ങനെ നീ കൊടും ക്രിമിനൽ എന്ന് പറയുന്നു? ആ കുട്ടി എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? അവന് വേണ്ടിയാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ ആർഭാടക്കാരിക്ക് വേണ്ടി സ്വന്തം ജീവിതം കൊലയ്ക്ക് കൊടുത്ത ആ കുട്ടിയുടെ നിരപരാധിത്വം എല്ലാം അറിയാവുന്ന, എല്ലാം കണ്ടു നിന്ന ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ആരും രക്ഷിക്കാൻ വരാത്ത ആ കുട്ടിയെ ദൈവം രക്ഷിക്കും. കണ്ടില്ലേ, ഓർമ്മശക്തി നശിച്ചു, അവന്റെ ജീവനും അള്ളാഹു കൊണ്ടുപോകും. അവസരത്തിനൊത്ത വാക്കുകൾ മാറ്റി പറയുന്ന ആ സ്ത്രീക്ക് അവനെ ഇനി അള്ളാഹു വിട്ടുകൊടുക്കില്ല. കൊടുക്കില്ല. അവൻ മരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ രക്ഷപ്പെടട്ടെ, ആമീൻ. ഇങ്ങനെയാണ് ആ കമന്റ്. സത്യത്തിൽ ഈ ആർഭാടക്കാരി എന്നൊക്കെ ഉദ്ദേശിച്ചത് അഫാന്റെ അമ്മയാണെന്ന് തോന്നുന്നു. അഫാന്റെ അമ്മയുടെ ആർഭാടത്തിന് വേണ്ടിയിട്ടാണ് അഫാൻ ഈ കടമൊക്കെ വാങ്ങിക്കൂട്ടിയതെന്നും ഈ കൊടും കൊലപാതകം ചെയ്തതെന്നും അവനെ അള്ളാഹു ഈ ഭൂമിയിൽ നിന്ന് രക്ഷിച്ച് അള്ളാഹുവിന്റെ അടുത്ത് കൊണ്ടുപോകട്ടെ, മരണം അവനൊരു രക്ഷയാണ് എന്നാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്ന നൂറ ഷെമി. വ്യാജ ID ആണെന്ന് തോന്നുന്നു. നൂറ ഷെമി എന്ന് പറയുന്ന ആള് സ്ത്രീ ആണെന്നാണ് പേരിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അയാൾ പറയുന്നത്, ഈ കമന്റ് ഇട്ട ആളോട് ചോദിക്കാനുള്ളത്, അമ്മയുടെ ആർഭാട ജീവിതത്തിൽ അല്ലെങ്കിൽ ഉമ്മയുടെ ആർഭാട ജീവിതത്തിന് വേണ്ടിയാണ് ഇയാൾ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നു. ഇയാൾ ഈ 25 ലക്ഷം രൂപ ഫോൺ ആപ്പുകളിൽ നിന്ന് എടുത്തു. ഈ അമ്മ ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ച് അത് കൊടുക്കാനായി മറ്റൊരാളിൽ നിന്ന് ഇരട്ടി പണം വീണ്ടും വാങ്ങി കടം കൊടുത്ത ശേഷം ബാക്കി പണം ആർഭാടങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരിക്കൽ പറഞ്ഞതല്ല ഈ അമ്മ പറയുന്നത്, പലപ്പോഴും വാക്കുകൾ മാറ്റി മാറ്റിയാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു ഞാൻ കട്ടിൽ നിന്ന് വീണതാണെന്ന്, പിന്നെ മകൻ തന്നെ ഉപദ്രവിച്ചതാണെന്ന് പറയുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇതൊക്കെ ശരിയാണ്, അഫാൻ ചിലപ്പോൾ നിരപരാധിയാണ്, ഈ 5 കൊലപാതകങ്ങളും ചെയ്ത അഫാൻ കൊടും ക്രിമിനൽ അല്ല, അഫാൻ ഏറ്റവും ദൈവതുല്യനായ ഒരു മനുഷ്യനാണ്, അള്ളാഹു അവനെ കൊണ്ടുപോകട്ടെ, അള്ളാഹു അവനെ രക്ഷിക്കട്ടെ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ചോദിക്കാനുള്ള 1-2 ചോദ്യങ്ങൾ. അമ്മയാണ് ആർഭാടക്കാരിയെങ്കിൽ അമ്മയെ മാത്രം തീർത്താൽ പോരെ ആയിരുന്നു? എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത അനിയൻ, ഒരു തെറ്റും ചെയ്യാത്ത കാമുകി, ഒരു തെറ്റും ചെയ്യാത്ത പ്രായമായ വയോധികയായ പിതാവിൻ്റെ ഉമ്മ, പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ, ഇവരെയൊക്കെ എന്തിനാണ് ഇയാൾ ഈ കൊടും ക്രിമിനൽ, ഞാൻ അങ്ങനെ തന്നെ എപ്പോഴും പറയും, ആ കൊടും ക്രിമിനൽ തീർത്തത് എന്തിനാണ്? ആ കാമുകി എന്ന് പറയുന്ന പെൺകുട്ടി ഫർസാന, ആ പെൺകുട്ടിയെ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ വാങ്ങി പണയം വച്ചും അതിനെ കൊല്ലുന്നതിൻ്റെ തലേ ദിവസം അതിൻ്റെ കയ്യിൽ നിന്ന് 200 രൂപ കടം വാങ്ങി പെട്രോൾ അടിച്ചതിന് ശേഷം അമ്മയും മകനും കൂടി വെഞ്ഞാറമൂട് ഒരു ഹോട്ടലിൽ കയറി ദോശയും കഴിച്ചിട്ടാണ് വന്നത്. അതും ആ പെൺകുട്ടിയുടെ പണം കൊണ്ടാണ്. എന്നിട്ട് എന്തിനാണ് ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായി തീർത്തത്? എന്തിനാണ്? അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. ഇയാളുടെ രാത്രികാല യാത്രകൾ എങ്ങോട്ടാണ്? ഉമ്മ പറഞ്ഞാൽ കേൾക്കുന്ന മകനായിരുന്നു, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞ് ഇത്രയും പണം ഇയാൾ ലോണായും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുമ്പോൾ ബാപ്പയോട് വിളിച്ച് പറയാമല്ലോ, ഉമ്മ ഇവിടെ ഇത്തരത്തിലാണ് ജീവിക്കുന്നത്, ഉമ്മയ്ക്ക് വലിയ രീതിയിലുള്ള കടബാധ്യതകളുണ്ട്, നമുക്ക് വീടും വസ്തുവും വിറ്റ് കടം തീർക്കാം
എന്നിട്ട് ഉമ്മയെ പറഞ്ഞു മനസ്സിലാക്കുകയല്ലേ ഒരു നല്ല മകൻ എന്ന രീതിയിൽ ഇയാൾ ചെയ്യേണ്ടത്? എന്തിനാണ് സ്വന്തം അനിയനെ, കുഴിമന്തി ഏറ്റവും ഇഷ്ടമുള്ള സ്വന്തം അനിയൻ, അവനെ അത് കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ ഇല്ലാതാക്കിയത് എന്തിനാണ്? അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എങ്കിൽ ആ ശക്തി തന്നെയാണ് ഇപ്പോൾ ഇയാൾക്ക് ഈ വലിയ ഒരു ഈ ഒരു അവസ്ഥ കൊടുത്തത്. കാരണം ജീവിതകാലം മുഴുവൻ ഇയാൾ കോമയിലാണ് എങ്കിൽ ഇയാളെ നോക്കാൻ വീട്ടുകാരില്ല, ബന്ധുക്കളില്ല, ജയിലധികൃതർ എത്ര നാൾ ഇയാളെ നോക്കും? ഇയാളുടെ അവസ്ഥ വളരെ കഷ്ടവും ദയനീയവുമായിരിക്കും, ഈ കൊടും ക്രിമിനൽ അഫാന്റെ അവസ്ഥ. പിന്നെ ഇയാൾ മരിക്കാൻ എന്തിനാണ് ഇത് ചെയ്തത്? ജാമ്യം ലഭിക്കാനായി പോയ ഒരാൾ എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ജയിലിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തോ? ജയിൽ അധികൃതർ പറയുന്നതിൽ എന്തെങ്കിലും വിരുദ്ധതയുണ്ടോ, വൈരുദ്ധ്യമുണ്ടോ? ആശുപത്രിയിൽ പിന്നെ മൊഴിയെടുക്കുമെന്ന് പറയുന്നു പോലീസ്. എന്തിനാണ് ഇയാൾ മരിക്കാൻ തുനിഞ്ഞത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രമല്ല എല്ലാവരുടെ ശ്രദ്ധയിൽ ഇരുന്ന ഒരാൾ പെട്ടെന്ന് ആ കണ്ണ് വെട്ടിച്ച് പിന്നെ പോയി ആത്മഹത്യ മുണ്ടെടുത്തോണ്ട് വന്ന്, അയാൾ കിടന്ന മുണ്ടെടുത്തോണ്ട് വന്ന് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കുന്നതിൽ ഒരു പിന്നെ എന്താ പറയുക, വിശ്വാസക്കുറവ് എല്ലാവർക്കും തോന്നും. മാത്രമല്ല UT ബ്ലോക്കിലാണ്, UT-A ബ്ലോക്കിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. UT-A, B അങ്ങനെ 2 ബ്ലോക്കുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ഏകദേശം ഒരു 12, കാരണം അതീവ സുരക്ഷ ഉള്ള 2 ബ്ലോക്കുകളാണിത്. കൊടും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന ബ്ലോക്കുകളാണിത്. ഇതിൽ ഏകദേശം 12 or 14 കുറ്റവാളികളെ മൊത്തമുള്ളൂ ഈ ബ്ലോക്കുകളിൽ. അപ്പൊ ഈ 12 or 14 കുറ്റവാളികളെ പോലും കൃത്യമായി സംരക്ഷിക്കാൻ ജയിൽ അധികൃതർക്ക് കഴിഞ്ഞില്ലേ? അഫാനെ നിരീക്ഷിക്കാനായി ഒരു ജയിൽ പുള്ളിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അഫാൻ വാ തുറക്കരുത് എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അഫാന്റെ പിന്നിൽ നിരോധിത സംഘടനകളുടെ ചില ആളുകൾ അഫാനെ ചില രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത്തരത്തിൽ ആരെങ്കിലും അഫാൻ വാ തുറന്നാൽ ഈ തരത്തിലേക്കുള്ള ഏതെങ്കിലും പിന്നെ എന്താ അന്വേഷണം ഇവരിലേക്ക് എത്തുമോ? ചില നിരോധിത സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളിൽ അഫാൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? രാത്രി കാലങ്ങളിൽ ഇയാൾ ബാഗും തൂക്കി ബൈക്കിൽ കറങ്ങുന്നത് എങ്ങോട്ടാണ്? അപ്പോൾ എല്ലാവരെയും കൊല്ലുന്ന കാര്യം അമ്മയോട്, അതായത് അമ്മ ആദ്യം പോ, അതിനുശേഷം ഞാനും അനിയനും വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയെ കൊല്ലുക അത് ഇയാളുടെ ഒരു ലക്ഷ്യമായിരുന്നു. പക്ഷെ അമ്മ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ മൊത്തത്തിൽ ഈ അഫാനെ തീർക്കാനായി ഒരു കൊട്ടേഷൻ ആരോ കൊടുത്തു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ അല്ലെങ്കിൽ ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, തൻ്റെ കക്ഷി ഇത്തരത്തിൽ തൂങ്ങി മരിക്കുക അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അത് ആദ്യം ജയിൽ അധികൃതർ അറിയിക്കേണ്ടത് എന്നെയാണ്. പക്ഷെ ഇവിടെ ജയിൽ അധികൃതർ എന്നെ അറിയിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അഫാൻ ഒരിക്കലും മരിക്കാൻ ശ്രമിക്കുമെന്നോ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അഫാന്റെ അഡ്വക്കേറ്റ് തന്നെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത മറനീക്കി പുറത്തു വരണം. അഫാൻ ഇനി വാ തുറക്കരുത് എന്ന ആരൊക്കെയോ ചേർന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.